ചോദ്യം ചെയ്യലിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്തെ SIT ഓഫീസിൽ ഹാജരായി. ദ്വാരപാലക കട്ടളപ്പാളി കേസുകളിൽ ജാമ്യം ലഭിച്ച് ഇന്നലെയാണ് പോറ്റി ജയിൽ മോചിതൻ ആയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹാജരാകുന്നത്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി ചേർന്നത്. പ്രശാന്ത്, ചോദ്യം ചെയ്യലിനായി SITക്ക് മുന്നിലേക്ക് വീണ്ടും എത്തുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇന്നത്തെ ചോദ്യം ചെയ്യലിന്റെ സ്വഭാവം എങ്ങനെയാണ്? 90 ദിവസം കഴിഞ്ഞ ശേഷവും കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 110 ദിവസത്തിന് ശേഷം ജാമ്യം നൽകിയത്. ഈ ജാമ്യം നൽകിയപ്പോൾ കോടതി വെച്ചൊരു വ്യവസ്ഥയാണ് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വന്ന് ഹാജരാകണം എന്ന SITക്ക് മുൻപാകെ ഹാജരാകണമെന്ന നിർദ്ദേശം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മുൻപാകെ ഹാജരാകാൻ എത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് SITക്ക് തേടാൻ സാധിക്കും. പക്ഷേ ഇതൊരു വ്യവസ്ഥയായതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഹാജരാകാൻ എത്തിയത്. നേരത്തെ നേരത്തെ ഇതുപോലെ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയത് കൊണ്ട് അല്ലെങ്കിൽ സമർപ്പിക്കാത്തത് കൊണ്ട് സ്വാഭാവിക ജാമ്യം മുരാരി ബാബുവിനും സുധീഷ് കുമാറിനും ശ്രീകുമാറിനും എല്ലാം ലഭിച്ചിരുന്നു. ഇതിലേറ്റവും പ്രധാനം ഇനി SIT എന്നതിനപ്പുറത്തേക്ക് ഉള്ള അന്വേഷണം, EDയുടെ ഭാഗത്തുനിന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുമെന്നുള്ളതാണ്. കോടതി ജാമ്യത്തിന് നൽകിയ വ്യവസ്ഥയുടെ പ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ഇപ്പോൾ SITക്ക് മുൻപാകെ ഹാജരായത്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. ചോദ്യം ചെയ്യലിന് വിധേയനാവുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. SITക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്.